ജമാഅത്തെ കോൺഗ്രസ് ബന്ധത്തിനെതിരെ ഹാഗിയ സോഫിയ വിഷയം ഉയർത്തി CPIM. കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വന്നതിന് പിന്നാലെയാണ് വിഷയം LDF വീണ്ടും ഉയർത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയാണ് UDF നയം തീരുമാനിക്കുന്നത് എന്ന വിമർശനം ശക്തമാക്കാൻ ഹാഗിയ സോഫിയ പള്ളി വിഷയം ഉന്നയിക്കുന്നത്. ഹാഗിയ സോഫിയയെ മുസ്ലിം പള്ളിയാക്കിയതിൽ ഇതുവരെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് തിരുത്തിയിട്ടില്ല എന്നും KT ജലീൽ MLA പറഞ്ഞു. ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൂടെ കൂട്ടുന്നത്? ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടല്ലോ. സമീപനം LDF ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് തെരഞ്ഞെടുപ്പ് ബന്ധം മാത്രം എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് എങ്കിൽ പോലും അതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതൊരവസരമായി LDF കാണുന്നുണ്ടോ? ആ അവസരത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ എന്തൊക്കെ നീക്കങ്ങളാണ് LDF നടത്തുന്നത്? അഭിലാഷ്, KT ജലീലിന്റെ കഴിഞ്ഞ ദിവസം നമുക്ക് തന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, LDF ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് വേണം കരുതുവാൻ. ഹാഗിയ സോഫിയ വിഷയത്തിൽ മുൻപ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ഒരു ചന്ദ്രികയിൽ എഴുതിയ ഒരു ലേഖനം, അത് വലിയ തോതിൽ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ അവരുടെ എതിർപ്പിനെ വഴിവെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ. ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പിന്നീട് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ താൻ ഉദ്ദേശിച്ചത് ആരെയും വേദനിപ്പിക്കണമെന്നല്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം വിശദീകരണമൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും ആ വിഷയം ഇപ്പോൾ വീണ്ടും ഇവിടെ LDF ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെ പ്രതിരോധിക്കുവാൻ പണ്ട് ഹാഗിയ സോഫിയ വിഷയത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ആ ലേഖനമാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിൻബലത്തോടെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ലീഗ് അത്തരത്തിലുള്ള ലേഖനം എഴുതിയത് എന്ന് KT ജലീൽ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും തമ്മിലുള്ള അവരുടെ ബന്ധം, അതേപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഹാഗിയ സോഫിയ വിഷയം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് നിലവിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ UDFുമായി അകലം പാലിക്കാൻ തുടങ്ങുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ UDFിൽ നിന്ന് അകറ്റുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ KT ജലീലിന്റെ ഹാഗിയ സോഫിയ പരാമർശത്തോടെ ലക്ഷ്യമിടുന്നത്, KT ജലീൽ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. എന്നാണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം കാണുവാൻ. കാരണം വളരെ വൈകാരികമാണ് ഹാഗിയ സോഫിയ വിഷയം. നിലവിലെ ക്രൈസ്തവർക്ക് അവിടെ പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സ്വാഗതം ചെയ്തു തരത്തിലേക്കുള്ള പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വൈകാരികമായിട്ടുള്ള ഒരു സമീപനം തന്നെയായിട്ട് വേണം കാണുവാൻ. ജമാഅത്തെ ഇസ്ലാമിയെ എപ്പോഴും കണ്ണടച്ച് അല്ലെങ്കിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന KT ജലീൽ ഹാഗിയ സോഫിയ വിഷയം ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത് കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ലീഗിനെതിരെയുമുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതിന്റെ ലക്ഷ്യം ക്രൈസ്തവ സമൂഹങ്ങൾ കുറെ കൂടി UDFിൽ നിന്ന് അകലുവാൻ ഈ വിഷയം വീണ്ടും ചർച്ചയാക്കുക എന്നത് തന്നെയാണ്. അഭിലാഷ്, അതായത് അനുമോദ്, നിലവിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വിയോജിപ്പുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ആണ് പരസ്യമായി ഈ വിയോജിപ്പ് പ്രകടമാക്കിയിട്ടുള്ളത്. അത് പ്രസ് റിലീസായി തന്നെ പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നതിനോട് പൊരുത്തപ്പെടാനാവില്ല, യോജിക്കാനാവില്ല എന്നുള്ളതാണ്. അതിൽ PDP, ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ CPIM ബന്ധമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനമായും ഊന്നിയിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും കാലങ്ങളായി അനുകൂലമായി നിൽക്കുന്ന വോട്ടുകൾ, UDFിന് അനുകൂലമാകുന്ന വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ ഉള്ളത്. ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കണമെന്നില്ല, മറിച്ച് UDFിൽ നിന്ന് അകന്നു പോയാൽ പോലും അവിടെ വിജയ സാധ്യത എന്നത് ഇടതുപക്ഷത്തിനായി മാറുന്നൊരു പശ്ചാത്തലമുണ്ടല്ലോ. മറുഭാഗത്ത് ഈ വോട്ടുകൾ ഒരുപക്ഷെ അൻവറിനോ അതല്ല എങ്കിൽ BJP സ്ഥാനാർത്ഥിക്കോ ഒക്കെ പോകാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടായാൽ പോലും കോൺഗ്രസിന്റെ വോട്ടുകൾ കുറയുക എന്നത് അനുകൂലമാകുന്ന ഒരു വിലയിരുത്തലിലേക്കാണോ ഇടതുപക്ഷത്തിനുള്ളത്? അങ്ങനെ ഒരു കണക്കുകൂട്ടലാണോ ഉള്ളത്?
നിലവിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ തന്നെയാണ് ഇവിടെ മുഖ്യ പോര്, അതായത് UDF LDF തമ്മിൽ. അപ്പോൾ UDF നിന്ന് എത്ര വോട്ട് കുറഞ്ഞാലും അതിന്റെ ആത്യന്തികമായ ഗുണം ലഭിക്കുക LDF തന്നെയാണ്. ആ വോട്ട് LDF കിട്ടിയാൽ അത് ഇരട്ടി ഗുണമാണെങ്കിൽ വോട്ട് UDF നഷ്ടമായാൽ അത് അതിന് പകുതി ഫലം, അതായത് ഗുണം തന്നെയാണ് ചെയ്യുക. മറിച്ച് LDF കിട്ടുന്നതെങ്കിൽ 2 വോട്ടിന്റെ ഗുണമായിരിക്കും ചെയ്യുക. UDF നിന്ന് കുറയുന്നു, LDF നിന്ന് കൂടുന്നു. മറുവശത്ത് LDF നിന്ന് UDF നിന്ന് കുറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് LDF സംബന്ധിച്ച് ഒരു നേട്ടമായിട്ട് തന്നെ വേണം കാണുവാൻ. UDF സാധാരണ പോകുന്ന വോട്ടുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപനം, അതിനു പുറമെ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കം, അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഹാഗിയ സോഫിയ വിഷയം ജലീൽ ഉന്നയിക്കുന്നു തുടങ്ങി UDF പ്രതിസന്ധിയിലാക്കുവാൻ തക്ക സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള പ്രചരണമാണ് LDF ഭാഗത്തുള്ള ദിവസങ്ങൾ തുടർച്ചയായിട്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം.